ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. കുക്കർ അടപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചൂടായ വെളിച്ചെണ്ണയ്ക്ക് 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 സ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. അതൊന്ന് വഴന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു താറാവിൻ്റെ തൊലി നെയ്യോട് കൂടി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതും 1 സബോള അരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കുക കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നുള്ളൂ, കാരണം താറാവിൻ്റെ നെയ്യ് ഉരുകുമല്ലോ. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി ചതച്ചതും 4 പച്ചമുളക് ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം കേട്ടോ. അതിനകത്തോട്ട് ചതച്ചിട്ട് ഇപ്പോൾ കണ്ടോ, താറാവിൻ്റെ നെയ്യൊക്കെ ഉരുക്കി സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ചേർക്കുക, 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർക്കുക കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കായ ചെറിയ കഷ്ണങ്ങളാക്കിയതും 1 ഉരുളൻകിഴങ്ങ് കഷ്ണങ്ങളാക്കിയതും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഉപ്പ് പോരെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ കുക്കർ അടച്ച് വെച്ച് 1 വിസിലടിക്കാം. അപ്പോൾ ഈ കായയിലേക്കും ഉരുളൻകിഴങ്ങിലേക്കും ഒക്കെ ഈ താറാവിൻ്റെ നെയ്യ് പിടിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.